നിരാലംബരെ ഓണമുട്ടി കാണക്കാരി കൃപ ചാരിറ്റബിൾ സൊസൈറ്റി. കാണക്കാരി ഗ്രാമപഞ്ചായത്തിൽ നിരാലംബരായ 70 പേർക്കാണ് കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ഓണസദ്യയും ഓണക്കോടിയും വീട്ടിലെത്തിച്ച് നൽകിയത്. മലയാളികൾ ഒന്നാകെ ഓണം ആഘോഷിക്കുമ്പോൾ തേടിയെത്താനും ഓണക്കോടി സമ്മാനിക്കാനും ആരുമില്ലാത്തവരും ഓണസദ്യ ഒരുക്കാൻ നിവൃത്തിയില്ലാത്തവരുമായ 70 പേർക്കാണ് കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ ഓണക്കോടിയും ഓണസദ്യയും വീടുകളിൽ എത്തിച്ച് നൽകിയത്. പപ്പടം, പഴം, പായസം, ഉപ്പേരി, ശർക്കര വരട്ടി, പരിപ്പ്, സാമ്പാർ, കാളൻ, മോര്, അവിയൽ, തോരൻ, ഇഞ്ചിക്കറി, മധുരക്കറി അടക്കം എല്ലാ വിഭവങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇവർ ഓണസദ്യ തയ്യാറാക്കി എത്തിച്ചത്. ഓണസദ്യ കഴിക്കാനുള്ള ഇല വരെ ഇവർ കരുതിയിരുന്നു. ഒപ്പം ഓണസമ്മാനമായി ഒരു ഓണക്കോടിയും. കാണക്കാരി ഗ്രാമപഞ്ചായത്തിലെ ആശാ വർക്കർമാർ മുഖേനയാണ് സൊസൈറ്റി പ്രവർത്തകർ അശരണരായ 70 പേരെ കണ്ടെത്തിയത്. നമ്മൾ ആശാ വർക്കർമാർ വഴിയാണ് ഓരോ വാർഡിലെയും ആൾക്കാരെ സെലക്ട് ചെയ്തത്. കാരണം അവിടെ പാവപ്പെട്ടവരും ആരോരും ഇല്ലാതിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ അംഗൻവാടി ടീച്ചർമാരോടും ചോദിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് പിന്നെ മെമ്പർമാരോടും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കറക്റ്റായിട്ടുള്ള ആൾക്കാരെ നമുക്ക് അവിടുന്ന് അങ്ങനെയാണ് കിട്ടിയത്. ഇപ്പോൾ 70 പേരെ നമുക്ക് ഉണ്ടായിരുന്നു. കാണക്കാരി പഞ്ചായത്തിൽ എത്ര പേരുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ നമ്മൾ കണക്ക് ലിസ്റ്റ് വന്നപ്പോൾ 70 പേരുണ്ട്. നമുക്ക് 70 പേർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകുന്നതിനായുള്ള പണം കണ്ടെത്താൻ ഇവർ പുറമേ നിന്നും പിരിവ് ഒന്നും നടത്തിയില്ല. സൊസൈറ്റി അംഗങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്നും പണമെടുത്താണ് സദ്യയും ഓണക്കോടിയും ഒരുക്കിയത്. ഇവരുടെ ഉദ്യമത്തെക്കുറിച്ചറിഞ്ഞ് ഏതാനും സന്മനസ്സുകൾ അവർക്ക് കഴിയുന്ന പോലെ കുറച്ച് തുണികളും സദ്യക്കുള്ള ഏതാനും വിഭവങ്ങളും വാങ്ങി നൽകി. ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ എല്ലാ മൂലയിലും ഞങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിരാലംബരായ ആൾക്കാരെയാണ് നമ്മുടെ ലക്ഷ്യം. പ്രത്യേകിച്ചും തനിച്ച് താമസിക്കുന്നവർ, വയോധികരായിട്ടുള്ളവർ, ഒരു ആശ്രയവും ഇല്ലാത്ത പല ആൾക്കാരും നമ്മുടെ ഈ പഞ്ചായത്തിലുണ്ടെന്നുള്ളത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പ്രവൃത്തികളിലേക്ക് ഇറങ്ങിയത്. 1 വർഷം മുൻപാണ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തനം ആരംഭിച്ചത്. 22 അംഗങ്ങൾ മാത്രമാണ് നിലവിൽ സൊസൈറ്റിയുടെ ഭാഗമായി ഉള്ളത്. ഇതിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുമുണ്ട്. ഡോക്ടർമാർ, വക്കീൽമാർ, കരാറുകാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ളവർ. ഇവരുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ ഓണത്തിനും കാണക്കാരി പഞ്ചായത്തിൽ ഇത്തരത്തിൽ നിരാലംബർക്ക് ഓണസദ്യയും ഓണക്കോടികളും കൈമാറിയിരുന്നു. ആരോരുമില്ലാത്തവരെ വിളിച്ചുകൂട്ടി ഒരു ഓണസദ്യയും ഓണക്കോടിയും നൽകുന്നതിനപ്പുറം അവ ഓരോരുത്തരുടെയും വീട്ടിലെത്തിച്ച് നൽകുമ്പോഴാണ് കിട്ടുന്നവർക്ക് അതൊരു അംഗീകാരമായി മാറുന്നത് എന്ന് കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ പറയുന്നു. പ്രവർത്തകർ 5 ഗ്രൂപ്പായി തിരിഞ്ഞ് തങ്ങളുടെ വാഹനങ്ങളിൽ തന്നെയാണ് കാണക്കാരി പഞ്ചായത്തിലെ 15 വാർഡുകളിലേക്കും ഓണസദ്യയും ഓണക്കോടികളുമായി പുറപ്പെട്ടത്. കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് റോംഗ്ലൻ ജോൺ, സെക്രട്ടറി ഗോപിനാഥൻ KK, ഡോക്ടർ MN വിജയൻ, ഡോക്ടർ ഡൊമിനിക് മാത്യു പാലേട്ട്, സജി കാണക്കാരി, അയ്യപ്പൻ CN, അഭിലാഷ് ഇടത്തിൽ, സന്തോഷ് ശ്രീപുരം, അജിത് പ്രകാശ്, മനോജ് ജോസഫ്, ബിനു മലയാറ്റിൽ, അജി കാണക്കാരി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ ലിസ്റ്റിലുള്ള 70 പേരുടെയും കൈകളിൽ ഓണക്കോടിയും ഓണസദ്യയും എത്തിച്ചു. അടുത്ത വർഷവും ഓണക്കോടിയും ഓണസദ്യയുമായി വീണ്ടും എത്തുമെന്ന ഉറപ്പ് നൽകിയാണ് ഓരോ വീട്ടിൽ നിന്നും കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തകർ മടങ്ങിയത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.